സഞ്ജു നോക്കൂ, ഇടത് സഹയാത്രികൻ്റെ ക്യാപ്സ്യൂൾ കണ്ടല്ലോ. ഒരു എക്സ് കൺവിക്റ്റ് ആയതുകൊണ്ട് അവർ പറയുന്നത് കോടതി പോലും മുഖവിലക്കെടുക്കില്ല എന്നാണ്. അപ്പോൾ എക്സ് കൺവിക്റ്റിന് മനുഷ്യാവകാശവും ഇല്ലേ? അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശവും ഇല്ലേ? പരാമർശം കേട്ടിട്ട് ഞെട്ടലൊന്നും ഉണ്ടായില്ല. അദ്ദേഹം സഞ്ചരിക്കുന്ന പ്രസ്ഥാനം ഏതാണെന്ന് നോക്കി കഴിയുമ്പോൾ തന്നെ ഇത്തരം ക്യാപ്സ്യൂളുകൾ ഒരുപാട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് വിവാദം വന്നു കഴിഞ്ഞാൽ അത് ഒരു എക്സ് കോൺവിക്റ്റ് എന്ന് പറയുമ്പം ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ആര് പറയുന്നതാണ്? മനുഷ്യരാവണം എന്ന് നാഴിക്ക് 40 വട്ടം എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള രീതിയിലൊക്കെ പാടി പുകഴ്ത്തി നടക്കുന്ന ആൾക്കാരിൽ നിന്നാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ് കോൺവിക്റ്റ് എന്നുള്ള രീതിയിലേക്ക് വയലേറ്റ് ചെയ്ത് മാറ്റി ചർച്ച വേറൊരു വശത്തേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിച്ചു. അരി എത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി, അത് യൂഷ്വലി നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് വേറെ തലത്തിലേക്ക് ചർച്ച. നമ്മുടെ ചർച്ചയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗം തന്നെ ജയിലിൽ സുനിത പോലൊരു തടവുകാരി, അതായത് ഷെറിൻ എന്നുള്ള വ്യക്തിക്കൊപ്പം ജയിലിലുണ്ടായിരുന്നൊരു സ്ത്രീ നേരിട്ട് അവർ കൺമുന്നിൽ കണ്ട കുറേ നീതി നിഷേധങ്ങളുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ അഡ്വൈസറി, നമ്മുടെ ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. ആ ഉപദേശ സമിതിക്ക് ഈ ഷെറിൻ്റെ പേര്, അതായത് മാനസാന്തരം എന്നുള്ളൊരു വാക്ക് വീണ്ടും വന്നിട്ടുണ്ട്. എന്ത് മാനസാന്തരം? അതും ഏറ്റവും വലിയ ക്രൂരമായിട്ടുള്ളൊരു ക്രൈം. മറ്റ് 3 പ്രതികൾ ഉൾപ്പെട്ടെങ്കിൽ കൂടി ഷെറിനാണ് അതിലെ പ്രൈമായിട്ടുള്ള 1-ാം പ്രതി എന്ന് കോടതി എല്ലാ രീതിയിലും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. വകുപ്പുകൾ അനുസരിച്ച് ആനുകൂല്യം ശിക്ഷിക്കപ്പെട്ട മറ്റ് 3 പേരുണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. വാസിദ് അലി 3 പേര് കൂടെ ഉണ്ട്. അവർക്കില്ലാത്ത ആനുകൂല്യമാണ് ഈ. അപ്പം അപ്പോഴും ചോദിക്കാം, കുറേ മാനദണ്ഡങ്ങളുണ്ട്. അഡ്വൈസറി കമ്മിറ്റിയുടെ മുന്നിൽ വരുമ്പോൾ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അവിടെയും ആലോചിച്ച് നോക്കണം. വയലേഷൻ, മൊബൈൽ ഫോൺ യൂസ് ചെയ്തു എന്നുള്ള വയലേഷൻ ഓഫ് ജയിലിൻ്റെ അകത്ത് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ആ വയലേഷനൊക്കെ കൃത്യമായിട്ട് നടത്തിയ ഒരു സ്ത്രീയാണ് ഈ ഷെറിൻ. 2-3 ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കേസുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ ഉള്ള സ്ത്രീക്ക് എന്ത് നല്ല നടപ്പെന്നുള്ള ഒറ്റ മാനദണ്ഡം. അതും അവർ പുറത്തിറങ്ങാൻ, അതായത് 14 വർഷം തികയുന്നതിൻ്റെ അടുത്ത് 16 വർഷം അദ്ദേഹം പറഞ്ഞു. അതെങ്ങനെയാണ് ഈ 16 വർഷം എനിക്ക് മനസ്സിലായില്ല. കാരണം 2011 ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്, വിധിയൊക്കെ വരുന്നതും അവർ അകത്ത് പോകുന്നതും ഒക്കെ. ഇപ്പോൾ 2025 തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഇത് വന്നു. അഡ്വൈസറി അതുപോലെ തന്നെ ക്യാബിനറ്റിൻ്റെ മുന്നിൽ വന്നപ്പോൾ എന്നെ അതിശയം തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ഈ കാരണവർ വധക്കേസ് നടന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരുകാരനായിട്ടുള്ളൊരു മന്ത്രിയുണ്ട് ആ മന്ത്രിസഭയിൽ എന്നുള്ളതാണ്, ക്യാബിനറ്റിൽ, സജി ചെറിയാൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. കൺമുന്നിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അല്ലെങ്കിൽ ഭാസ്കര കാണുവാനെ പോലെ ഒരു NRA ഏറ്റവും വലിയൊരു വ്യക്തി അല്ലേ, ഒരു അവിടുത്തെ തന്നെ ഏറ്റവും പ്രബലനായിട്ടുള്ള വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ കണ്ടതും സുപ്രീം കോടതി വരെ പോയതും ഏറ്റവും വിവാദമായിട്ടുള്ളതാണ്. കാരണം ഷെറിനുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് ഷെറിനകത്തായിട്ടുണ്ടോ അന്നൊക്കെ വിവാദങ്ങളുണ്ട്. ഈ വിവാദങ്ങളൊക്കെ എപ്പോഴും തന്നെ നമുക്കറിയാം, ഈ മറ്റേ പേരുകാരനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് പോലും ക്യാബിനറ്റ് സമ്മതം കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരാൾ പോലും അതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുത്തഴിഞ്ഞു പോയ ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ. കാരണം ശരിക്കും പറഞ്ഞാൽ കേരളം ലജ്ജിക്കേണ്ടത് ഇത്തരം വ്യവസ്ഥിതി. നമ്മളിങ്ങനെ എന്താ പറയുക, ഇവിടുത്തെ നീതി നിർവഹണമൊക്കെ ഇങ്ങനെ പിഴച്ചു പോയ ഒരു സിസ്റ്റമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും അതിൽ പങ്കാളിത്തമുണ്ട്. കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ നമ്മൾ വളരെ ധ്രുവീകരണമാണ്. ഇവിടെ സുനിത വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ആയതുകൊണ്ട് തന്നെ ഒരു എക്സ് കോൺവിക്റ്റിൻ്റെ ഇത് നമുക്ക് വിശ്വസിക്കാമോ എന്ന് ചോദിച്ച രീതിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. സോളാർ ഏതൊരു സ്ത്രീ പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റിന് ചുറ്റും അപ്പീടൽ സമരം നടത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ട് CDക്ക് വേണ്ടിയിട്ട് ഓടി അവരുടെ വാക്ക് കേട്ടിട്ട്. ഒരു മുഖ്യമന്ത്രിനെ ഏറ്റവും രീതിയിൽ UDF സർക്കാരിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെ സരിത പറഞ്ഞത് മഹത്വാക്യം. അപ്പോൾ സരിത പറയുന്നത് മഹത്വാക്യമാണ്. കാരണം സോളാറിൽ സരിത പറഞ്ഞ അന്നും ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ ആദ്യം ചൂണ്ടിക്കാണിച്ച മെയിനായിട്ടുള്ള ആളാണ്. പക്ഷെ അവിടെ ഉമ്മൻചാണ്ടി സാറിനോട് വളരെ വിഷമമുണ്ട്. കാരണം സാറിന് പറയാമായിരുന്നു പല കാര്യങ്ങളും. അവിടെ അദ്ദേഹം എന്തൊക്കെയോ ധാർമ്മികത കൊണ്ട് ചിലരെ എന്താ പറയുക സംരക്ഷിച്ചു. അതാണ് ഏറ്റവും വലിയൊരു തെറ്റ്. അന്നേരം സരിതയുടെ മഹത്വാക്യം. പക്ഷേ സുനിത ഒരു നമ്മളെന്താ എക്സ് കോൺവിക്റ്റ് ആയതുകൊണ്ട് സുനിതയെ സംശയിക്കണം. ഇതേ സുനിത മറ്റൊരു പ്രസ്ഥാനത്തിനെതിരെയായിരുന്നു വിരൽ ചൂണ്ടിയിരുന്നെങ്കിൽ, ആ ജയിലിൽ അവർ ഫേസ് ചെയ്തത് വേറെ വല്ലവരും അല്ലെങ്കിൽ പാർട്ടിയിൽ ഉൾപ്പെട്ടവരായിട്ടായിരുന്നെങ്കിൽ ഇതേ ഇടതുപക്ഷം സുനിതയെ തലയിൽ ചുമന്ന് നടക്കുമായിരുന്നു അല്ലേ. ഇതാണ് നമ്മുടെ കേരളീയ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണമുണ്ടോ, പ്രിവിലേജിൻ്റെ പുറകെ പണം, പിന്നീട് മറ്റ് വഴിവെട്ട ബന്ധങ്ങൾ, ഇത് രണ്ടും ഉള്ളവർക്ക് മാത്രമേ ഈ കേരളത്തിൽ നിന്ന് ജീവിക്കാൻ പറ്റൂ. അത് സമൂഹത്തെ ജയിലിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ. ഇതാണ് ഇന്നത്തെ വ്യവസ്ഥ. ലജ്ജ തോന്നുന്നുണ്ട് ഈ വ്യവസ്ഥയോട്.